സ്നേഹഹർഷം ഭാഗം 56. സ്നേഹ കൂടെ വരുന്നുണ്ടെന്ന് അമ്മ വന്ന് പറഞ്ഞപ്പോൾ പാച്ചു സന്തോഷം കൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. ഹർഷനെ നോക്കി അവൻ നന്ദിയോടെ പുഞ്ചിരിച്ചു. പിന്നെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സ്നേഹ വരുന്നതും കാത്ത് അവരിരുന്നു. ഹർഷന്റെ ഉള്ളിൽ എവിടെയോ ഒരു നോവിന്റെ ചാറ്റൽ മഴ പെയ്തു തുടങ്ങി. ആ മഴയിൽ അവൻ പതിയെ പതിയെ നനഞ്ഞു കുതിർന്നു. അവൾ പോവുകയാണ് എന്ന ചിന്ത തന്നെ അവനെ വിഷമത്തിലാക്കി. അവളെ വീണ്ടെടുക്കാനാവാത്ത വിധം തനിക്ക് നഷ്ടപ്പെടുകയാണെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. ആ ചിന്ത വന്നതും അവളെ കാണണമെന്ന് തോന്നിയിട്ട് അവൻ എണീറ്റു. അവൾ ഒരുങ്ങിക്കഴിഞ്ഞില്ലേന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. അമ്മയോടും പാച്ചുവിനോടുമായി പറഞ്ഞിട്ട് അവൻ വേഗം മുകളിലേക്കുള്ള പടികൾ കയറി. അവൻ ചെല്ലുമ്പോൾ മടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം ട്രോളി ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ് അവൾ. അവൻ നടന്നു ചെന്ന് പിന്നിൽ നിന്ന് അവളുടെ വയറിലൂടെ കൈ ചേർത്ത് അവളെ ചുറ്റിപ്പിടിച്ചു. അവൾ ഒന്ന് പിടഞ്ഞുവെങ്കിലും അവനിലേക്ക് തന്നെ ചേർന്ന് നിന്നു. നീ പോവുകയാണോ? അവൻ വേദനമുറ്റ സ്വരത്തിൽ ചോദിച്ചു. അവന്റെ ചൂട് നിശ്വാസം അവളുടെ കാതിനെ പൊള്ളിച്ചു. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ മറുപടി പറഞ്ഞു, പോകാതെ പറ്റില്ലല്ലോ. അവളുടെ സ്വരത്തിലും അതേ വേദന നിറഞ്ഞിരുന്നു. എന്നെ വിട്ട് പോകരുതെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അതെന്റെ സ്വാർത്ഥതയായി പോവില്ലേ? അതാ ഞാൻ അങ്ങനെ പറയാത്തത്. അവന്റെ വാക്കുകൾ കേട്ട അവൾ അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞ് അവൻ അഭിമുഖമായി നിന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിറഞ്ഞിരിക്കുന്ന അവന്റെ കണ്ണുകൾ കണ്ട് അവൾക്ക് വേദന തോന്നി. എന്താ മാഷേ ഇത്? പാച്ചുവിന്റെ കൂടെ അല്ലേലും വീട്ടിലേക്കെങ്കിലും എനിക്ക് പോണമല്ലോ. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ. അവന്റെ കൂടെ പോകുന്നതാണ് ഈ സങ്കടത്തിന് കാരണമെങ്കിൽ ഞാൻ പോകാതിരിക്കട്ടെ. വേദന നിറഞ്ഞ ഒരു ചിരിയിൽ കണ്ണീരൊളിപ്പിച്ചുകൊണ്ട് ഹർഷ പറഞ്ഞു, നീ പോണം. നീ അറിയേണ്ടതെല്ലാം അറിയുക തന്നെ വേണം. നീ കാണേണ്ട കണ്ടിരിക്കേണ്ട ചിലരെങ്കിലും ഉണ്ടവിടെ. അതൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. തിരികെ പോകേണ്ടി വരാത്ത വിധം എന്റേത് മാത്രമാക്കണം. അത് കേൾക്കുമ്പോൾ അവളുടെ മുഖത്ത് സന്തോഷത്തിന്റെ അലകൾ തെളിയുന്നതിലേക്ക് അവൻ പ്രണയത്തോടെ നോക്കി. സത്യത്തിൽ എനിക്ക് ഉള്ളിൽ എന്തോ പേടി തോന്നുക പെണ്ണേ. എനിക്ക് നിന്നെ നഷ്ടാവുകയാണെന്ന്. അവന്റെ സ്വരത്തിലെ സങ്കടം തിരിച്ചറിഞ്ഞെന്നോണം അവൾ അവനെ സമാധാനിപ്പിച്ചു. മാഷിത് എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എങ്ങോട്ട് പോവാനാ? എവിടെ പോയാലും ഒടുവിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ എത്തില്ലേ? ഈ നെഞ്ചിലിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വം എനിക്ക് വേറെ എവിടെ കിട്ടാനാ? ഈ നെഞ്ചിൻ കൂട്ടിലല്ലാതെ വേറെ എവിടെയാ ഞാനിങ്ങനെ പറ്റിച്ചേർന്നിരിക്കുക? എന്റെ നൊമ്പരങ്ങളുടെ ഭാണ്ഡം ഈ ചുമലിലല്ലാതെ വേറെ എവിടെയാ ഞാൻ ഇറക്കി വെക്കുക? അവൾ കാതരയായി ചോദിച്ചു. അവൻ അവളെ തന്റെ നെഞ്ചോട് കൂടുതൽ ചേർത്ത് അമർത്തി പിടിച്ചു. ഇനി അടുക്കാൻ ഇടമില്ലാത്ത വിധം അത്രമേലിറുക്കെ അവൻ അവളെ പുണർന്നു. തന്റെ ആത്മാവിലേക്ക് അവളെ ആവാഹിച്ചു വെക്കാനെന്നോണം. രണ്ടുപേരും പരസ്പരം പുണർന്ന് കുറേ നേരം അങ്ങനെ തന്നെ നിന്നു. അവരുടെ മൗനത്തിന്റെ ഇടവേളയിൽ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ അവൾ തന്നെയാണ് പതിയെ അടർന്നു മാറിയത്. പാച്ചു കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോയാലോ? ശരി, നീ നടന്നോ, ഞാൻ ബാഗ് എടുത്തോളാം. നടന്നു തുടങ്ങി അവളെ ഹർഷ വീണ്ടും പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തി അവളുടെ കാതോരം പറഞ്ഞു, സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കണം. നിന്റെ ഒരു വിളിക്കായിട്ട് ഞാനിവിടെ കാത്തിരിക്കും. അവന്റെ ശ്വാസം കാതിൽ തട്ടിയതും ഒന്നും മിണ്ടാനാവാത്ത ഒരു വിറയലിൽ അവൾ മൂളി, വിളിക്കാം. അവൻ അവളുടെ കാതിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവൾ തോളുയർത്തി ഒന്ന് പുളഞ്ഞു. പക്ഷെ അവനിൽ നിന്ന് അടർന്നു മാറാനോ അനങ്ങാനോ പോലും പറ്റാതെ അവൾ തളർന്നു നിന്നു. ഉള്ളിൽ ഏതൊക്കെയോ പേരറിയാത്ത വികാരങ്ങൾ തലപൊക്കുന്നത് അവൾ അറിഞ്ഞു. ഈ സമയം അവൻ അവളുടെ മുടി ഒരു സൈഡിലേക്ക് ഒതുക്കി
അവളുടെ പിൻകഴുത്തിൽ മുഖമമർത്തി. ഒരേങ്ങലോടെ തുള്ളി വിറച്ച അവൾ ഒരാശ്രയത്തിനെന്നോണം ചുരിദാറിന്റെ ഇരുവശവും കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിൽ വീണ്ടും കുസൃതി കാണിക്കാൻ ഒരുങ്ങുമ്പോഴാണ് താഴെ നിന്നും അമ്മയുടെ ശബ്ദം കേട്ടത്. മോനെ, അച്ചു, അവൾ ഒരുങ്ങിക്കഴിഞ്ഞില്ലേടാ? അമ്മയുടെ ശബ്ദം കേട്ട അവൾ ഞെട്ടിപ്പിടഞ്ഞ് താഴേക്ക് ഓടാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് അവന്റെ പിറുപിറുക്കൽ കേട്ടു. ഓ, ഈ അമ്മ എല്ലാം നശിപ്പിച്ചു. അത് കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ സ്നേഹ പുറത്തേക്കോടി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ പാച്ചുവിന്റെ കൂടെ കാറിലേക്ക് കയറുമ്പോൾ നിറമിഴികളുമായി നോക്കി നിൽക്കുന്ന അമ്മയുടെയും ഹർഷിന്റെയും ചിത്രം അവളുടെ ഹൃദയത്തിൽ നോവുണർത്തി. ആദിയും നന്ദവും ഒഴിവാക്കാനാവാത്ത ബിസിനസ് മീറ്റിംഗ് ഉള്ളതിനാൽ രാവിലെ തന്നെ പോയിരുന്നു. ആയതിനാൽ അവരുടെ സങ്കടം കൂടി അവൾക്ക് കാണേണ്ടി വന്നില്ല. കാർ പാച്ചുവിന്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിയുമ്പോൾ അവളുടെ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ദീർഘശ്വാസമെടുത്ത് മനസ്സിനെ ശാന്തമാക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഓടി പുറത്തേക്ക് വന്നു. അവരുടെ എല്ലാം മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകും തന്റെ വരവും കാത്ത് പ്രതീക്ഷയോടെ ഇരിക്കുമായിരുന്നെന്ന്. എല്ലാവരും നിറകണ്ണുകളോടെ നോക്കി നിന്നതല്ലാതെ ആരും ഒന്നും മിണ്ടിയില്ല. ഒരുപക്ഷെ അവർ പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേലോ അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ലേലോ എന്ന ഭയമായിരുന്നു എല്ലാ മുഖങ്ങളിലും ഉണ്ടായിരുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നിറകണ്ണുകളോടെ അവളെ തന്നെ നോക്കിയിരിക്കുന്ന വാമുവിനെ നോക്കി മാത്രം അവളൊന്ന് ചിരിച്ചു എന്ന് വരുത്തി. ഫാസിജയും അമീറും അവിടേക്ക് വന്നു. അവളെ കണ്ട ഫാസിജ ഓടി വന്ന് അവളെ പുണർന്നു സൗഹൃദം പങ്കുവച്ചു. അവൾക്കും വേദനയിൽ പൊതിഞ്ഞൊരു ചിരി സമ്മാനിച്ചതല്ലാതെ സ്നേഹ ഒന്നും മിണ്ടിയില്ല. ഡി, നീ റൂമിലേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുക്ക്. അവളുടെ മരവിച്ച ഭാവം കണ്ട് പാച്ചു പറഞ്ഞു. അവൾ കല്യാണത്തിന് വന്നപ്പോൾ ഉപയോഗിച്ച അതേ റൂമിലേക്ക് തന്നെ നടന്നു. അവളുടെ ആ മൗനം എല്ലാവരെയും ഒരുപോലെ വേദനിപ്പിച്ചു. അവർ പാച്ചുവിനടുത്തെത്തി. അവൾ 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 ഒരിക്കലും നമ്മളെ സ്വീകരിക്കില്ലേ മോനെ? വാമു കണ്ണീരോടെ ചോദിച്ചു. അതേ ചോദ്യം തന്നെ മറ്റു മുഖങ്ങളിലും തെളിഞ്ഞു കണ്ടു. അവൾക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാം നമുക്ക്. അവൾ ഇതുവരെ വരുമെങ്കിലും ചെയ്തല്ലോ. ഇനി സത്യങ്ങൾ അറിയുമ്പോൾ എന്ത് വേണമെന്ന് അവൾ തന്നെ തീരുമാനിക്കട്ടെ. എന്തൊക്കെ ആയാലും അവളെ ഒന്നിനും ആരും നിർബന്ധിക്കരുത്. അവൻ പറയുന്നത് സമ്മതിച്ചിട്ടെന്ന പോലെ എല്ലാവരും തലയാട്ടി. റൂമിലേക്ക് കയറിയതും ഒന്ന് ഫ്രഷ് ആകുക കൂടി ചെയ്യാതെ സ്നേഹ ബെഡിലേക്ക് കയറി നീണ്ടു നിവർന്ന് കിടന്നു. അവൾക്ക് ആകെ ഒരു അസ്വസ്ഥതയും മടുപ്പും തോന്നി. വീണ്ടും ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. ദീർഘമായൊരു ശ്വാസം എടുത്തുവിട്ട് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ആശ്വാസം കണ്ടെത്താൻ അവൾ ശ്രമിച്ചു. ആ മുറിക്കുള്ളിൽ അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയെങ്കിലും റൂമിന് പുറത്തേക്ക് ഇറങ്ങാനോ അവിടെയുള്ളവരെ അഭിമുഖീകരിക്കാനോ അവൾക്ക് വയ്യായിരുന്നു. ചിന്തകളുടെ ചിലന്തി വലയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന് അവൾ വീർപ്പുമുട്ടി. ഒടുവിൽ എപ്പോഴോ അവൾ ഒന്ന് മയങ്ങി. ആ മയക്കത്തിനിടയിലും അസുഖകരമായ സ്വപ്നങ്ങൾ അവളെ തേടിയെത്തി. ആ സ്വപ്നങ്ങൾ തീർത്ത അസ്വസ്ഥതയിൽ കിടക്കുമ്പോഴാണ് കതകിൽ മുട്ടുകേട്ടത്. അവൾക്ക് വാതിൽക്കലേക്ക് നോക്കാതെ തന്നെ മനസ്സിലായിരുന്നു അത് പാച്ചുവാണ്. ഡോർ തുറന്നാണ് കിടക്കുന്നതെങ്കിലും അവൻ അകത്തേക്ക് കയറാതെ വാതിലിൽ തന്നെ നിന്നുകൊണ്ട് അവളെ നോക്കി. അവൾ അലസതയോടെ എണീറ്റ് ബെഡിന്റെ ഹെഡ്റെസ്റ്റിലേക്ക് ചാരി കാൽ നീട്ടി വെച്ചിരുന്നു. പാച്ചു അകത്തേക്ക് വന്ന് അവൾക്കടുത്തായി കട്ടിലിരുന്നു. അവനെ ഒന്ന് നോക്കിയെങ്കിലും ഒന്നും മിണ്ടാതെ അവൾ തുറന്നു കിടന്ന ജനാലയുടെ ഇരുട്ടിലൂടെ വെറുതെ പുറത്തേക്ക് നോക്കി. ഡി, ആ മുറിയിൽ ആരാണെന്നറിയാൻ കൗതുകത്തോടെ പലതവണ നീ എന്നോട് ചോദിച്ചിട്ടില്ലേ? പിന്നീട് കാണിക്കാന്ന് അന്ന് നിന്നോട് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അതിനകത്തുള്ള ആളുമായി എന്നെക്കാട്ടിലും ബന്ധം നിനക്കാണെന്ന്. നിനക്ക് കാണണ്ടേ? നിനക്കറിയണ്ടേ ആരാ അതിനകത്തെന്ന്? അവൾ നിർവികാരതയോടെ അവനെ നോക്കി. നീ ഒന്ന് വന്ന് കാണടി. അത് കഴിഞ്ഞ് ഞാൻ നിർബന്ധിക്കില്ല. ഒറ്റ തവണ.
അവൻ ദയനീയതയോടെ പറഞ്ഞു. നീ പൊക്കോ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അവളെ സങ്കടത്തോടെ ഒന്നുകൂടി നോക്കിയിട്ട് അവൻ പുറത്തേക്ക് നടന്നു. അല്പനേരം കൂടി അങ്ങനെ ഇരുന്നിട്ട് അവൾ ഫ്രഷാകാനായി പോയി. വാശേരിയിലെ കണ്ണാടിക്ക് മുന്നിൽ അവൾ നിന്നു. എന്താണ് തന്റെ മനസ്സിലെന്ന് തിരിച്ചറിയാൻ തനിക്കെങ്കിലും കഴിയുന്നുണ്ടോ എന്ന പോലെ അവൾ കണ്ണാടിയിൽ കാണുന്ന തന്റെ മുഖത്തേക്ക് നോക്കി. നിർവികാരമായ കണ്ണുകളല്ലാതെ ഒന്നും അവിടെ കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാവും ആ റൂമിലുള്ളത് ആരാണെന്നും തന്റെ വേരുകൾ എന്താണെന്നും അറിയാൻ തനിക്ക് ആഗ്രഹമില്ലാത്തത്? അവൾ സ്വയം ചോദിച്ചു. തന്റെ പപ്പയെയും അമ്മയെയും അല്ലാതെ വേറെ ആരെയും ആ സ്ഥാനത്ത് കാണാൻ പറ്റാഞ്ഞിട്ടാണോ? താൻ അനാഥയാണെന്ന് അറിഞ്ഞപ്പോഴോ പപ്പയും അമ്മയും നഷ്ടമായപ്പോഴോ പോലും തന്റെ വേരുകൾ തേടണമെന്ന് തോന്നിയിട്ടില്ലെന്ന് മാത്രമല്ല, അവർ ആരായിരിക്കുമെന്ന് ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്നിട്ടിപ്പോ ഇത്ര നാളില്ലാത്ത സ്വന്തം ബന്ധങ്ങളൊക്കെ തനിക്ക് എന്തിനാ? വേണ്ട, ആരും വേണ്ട. ഞാൻ ഇത്ര നാളും എങ്ങനെ ആയിരുന്നു അങ്ങനെ തന്നെ മതി. ഇനി എനിക്ക് പുതിയൊരു മേൽവിലാസത്തിന്റെ ആവശ്യമില്ല. എങ്കിലും നിനക്ക് അറിയണ്ടേ നീ ആരായിരുന്നെന്ന്? നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞവരെ നിനക്ക് കാണണ്ടേ? അവരുടെ മുഖത്ത് നോക്കി ചോദിക്കണ്ടേ എന്തിനാ ജന്മം തന്ന് ഉപേക്ഷിച്ചതെന്ന്? ഉപേക്ഷിക്കാനാണേൽ ജനിപ്പിക്കാതിരിക്കായിരുന്നില്ലേ എന്ന് അവളുടെ ഉള്ളിലിരുന്ന് ആരോ ചോദിച്ചു. വേണം, അത് ചോദിക്കണം. അതിന്റെ ഉത്തരം തരാൻ ഇവിടെയുള്ള ഒരു ബാധ്യസ്ഥരാണ്. അതറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അവൾ കൈക്കൊമ്പിളിൽ വെള്ളം നിറച്ച് മുഖത്തേക്ക് വീണ്ടും വീണ്ടും ഒഴിച്ചുകൊണ്ടിരുന്നു. മനസ്സൊന്ന് തണുത്തു എന്ന് തോന്നിയപ്പോൾ അവൾ പുറത്തേക്കിറങ്ങി. മുഖം അമർത്തി തുളച്ചുകൊണ്ട് ഒരു ലക്ഷ്യവുമില്ലാതെ മുറിക്കുള്ളിൽ അങ്ങിങ്ങ് നടന്നു. അവളുടെ ഉള്ളിൽ എന്തിനെന്നറിയാതെ ഒരു സംഘർഷം വളർന്നു വന്നു. കുറച്ചു നേരം കൂടി അവൾ ആ നടപ്പ് തുടർന്നിട്ട് എന്തും നേരിടാൻ ഉറച്ച് പാച്ചുവിനടുത്തേക്ക് പോയി. തുടരും. അപ്പോ ബാക്കിയായിട്ട് നാളെ കാണാട്ടോ. നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ?